നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റ് 5 ആണ്, അനാട്ടമി ആൻഡ് ഫിസിയോളജി. സെൽ, ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലിവിങ് ബോഡി ഈസ് കോൾഡ് സെൽ. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവിങ് ബോഡി എന്താ? സെല്ല്. ജന്തു ശരീരത്തിൻ്റെ ആയാലും മനുഷ്യ ശരീരത്തിൻ്റെ ആയാലും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് കോശങ്ങളാണ്. Anatomy is the study of internal structure of body of living organism. Internal organsൻ്റെ സ്ട്രക്ചർ പഠിക്കുന്നതാണ് അനാട്ടമി. ഫിസിയോളജി എന്താണ്? ഫിസിയോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഫങ്ഷനിങ് ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ് ഓഫ് ലിവിങ് ഓർഗാനിസം. ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഫിസിയോളജി എന്ന് പറയുന്നത്. അനാട്ടമി എന്നാൽ സ്ട്രക്ചർ, ഫിസിയോളജി എന്നാൽ ഫങ്ഷൻ. ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് ഡെഫിനിഷൻസ് നോക്കാം. സെല്ലുകൾ കൂടിച്ചേർന്ന് ടിഷ്യൂ ഉണ്ടാകുന്നു. ടിഷ്യൂ കൂടിച്ചേർന്ന് ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റവും, ഓർഗൻ സിസ്റ്റംസ് ചേർന്ന് ഓർഗാനിസവും ഉണ്ടാകുന്നു. എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകമാണ് സെൽ എന്ന് പറയുന്നത്. സെൽ, ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലിവിങ് ബോഡി ഈസ് കോൾഡ് സെൽ. ടിഷ്യൂ, group of similar cells having similar functions are referred to as tissue. സെല്ലുകൾ കൂടി ചേർന്ന് ടിഷ്യൂ ഉണ്ടാകുന്നു. എന്താണ് ഓർഗൻ? സെവറൽ ടിഷ്യൂസ് കമ്പൈൻഡ് ഇൻ ആൻ ഓർഗനൈസ്ഡ് ഫാഷൻ ടു മേക്ക് ആൻ ഓർഗൻ. ഒരുപാട് ടിഷ്യൂകൾ ചേർന്നിട്ടാണ് ഒരു ഓർഗൻ ഉണ്ടാകുന്നത്. എന്താണ് സിസ്റ്റം? ഗ്രൂപ്പ് ഓഫ് ഓർഗൻസ് പെർഫോമിംഗ് സ്പെസിഫിക് ഫങ്ഷൻ ഈസ് കാൾഡ് സിസ്റ്റം. Organ system in body, group of organs with similar functions constitute an organ system. The important organ system are skeletal system, muscular system, nervous system, circulatory system, urinary system, respiratory system, digestive system, reproductive system, endocrine system, etc. അടുത്തത്, ഒരു പശുവിൻ്റെ ശരീരഘടനയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡയറക്ഷൻസ് ഏതൊക്കെയെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. മെയിനായിട്ടും ക്രേനിയൽ, കോഡൽ, ഡോർസൽ, വെൻട്രൽ, ലാറ്ററൽ എന്നീ പദങ്ങളാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ക്രേനിയൽ എന്നാൽ ആൻറ്റീരിയർ പോർഷൻ എന്നും പറയാം. കോഡൽ എന്നാൽ പോസ്റ്റീരിയർ പോർഷൻ. ഇനി അത് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ക്രേനിയൽ റീജിയൻ അഥവാ ആൻറ്റീരിയർ റീജിയൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പശുവിൻ്റെ ഫ്രണ്ട് റീജിയനെയാണ് ഉദ്ദേശിക്കുന്നത്. ക്രേനിയൽ റീജിയൻ, ഫ്രണ്ട് റീജിയൻ ഓഫ് അനിമൽ ഈസ് കോൾഡ് ക്രേനിയൽ ഓർ ആൻറ്റീരിയർ റീജിയൻ. ഇതിൻ്റെ തലയുടെ ഭാഗമാണ് ക്രേനിയൽ റീജിയൻ എന്ന് പറയുന്നത്. കോഡൽ അഥവാ പോസ്റ്റീരിയർ റീജിയൻ, റിയർ ഓർ ഹിൻഡ് റീജിയൻ ഓഫ് അനിമൽ, ബാക്ക് വശത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഡോർസൽ, അപ്പർ സർഫസ് ഓഫ് ദ ബോഡി, മുകൾ ഭാഗം. വെൻട്രൽ, അണ്ടർ സർഫസ് ഓഫ് ദ ബോഡി, അടിഭാഗം. ലാറ്ററൽ, സൈഡ് ഓഫ് ദ ബോഡി. പശുവിൻ്റെ ശരീരത്തിന് രണ്ട് സൈഡുമാണ് പറയുന്നത് ലാറ്ററൽ എന്ന്. റിയർ എൻഡ് എന്ന് പറഞ്ഞാൽ കോഡൽ റീജിയൻ ആണ്. ഹിൻഡ് റീജിയൻ ഓഫ് അനിമൽ ഈസ് കോൾഡ് കോഡൽ റീജിയൻ ഓർ പോസ്റ്റീരിയർ റീജിയൻ. അപ്പർ സർഫസ് ഓഫ് ദ ബോഡി ഈസ് കോൾഡ് ഡോർസൽ. അണ്ടർ സർഫസ് ഓഫ് ദ ബോഡി ഈസ് കോൾഡ് വെൻട്രൽ. സൈഡ്സ് ഓഫ് ദ ബോഡി ഓഫ് കൗ കോൾഡ് ലാറ്ററൽ. ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. കുറേയധികം ഓർഗൻ സിസ്റ്റത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. സ്കെൽറ്റൽ സിസ്റ്റം, മസ്കുലാർ സിസ്റ്റം, നെർവസ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, യൂറിനറി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് റീപ്രൊഡക്റ്റീവ് ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം മുതലായവയാണുള്ളത്. അതിൽ ആദ്യത്തേത് സ്കെൽറ്റൽ സിസ്റ്റം. സ്കെൽറ്റൽ സിസ്റ്റം ഈസ് ദ സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് ഫോർ ദ ബോഡി. ഇൻക്ലൂഡ്സ് ബോൺസ്, കാർട്ടിലേജ് ആൻഡ് ടീത്ത്. ഇത്രയാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ശരീരത്തിന് ഒരു ആകൃതി നൽകുന്ന, ഒരു രൂപം നൽകുന്നത് നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റമാണ്. പ്രധാനമായും സ്കെൽറ്റൽ സിസ്റ്റത്തിൽ വരുന്നവയാണ് ബോൺസ്, കാർട്ടിലേജ് ആൻഡ് ടീത്ത്. കാർട്ടിലേജസ് എന്ന് പറഞ്ഞാൽ കശേരുക്കളാണ്. ബോണുകൾ നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റും കാൽസ്യം ഫോസ്ഫേറ്റും കൊണ്ടാണ്. ബോൺമാരോയിലാണ് RBC ഉണ്ടാകുന്നത്. സ്കെൽറ്റൽ സിസ്റ്റത്തിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആക്സിയൽ സ്കെൽറ്റൻ എന്നും അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ എന്നും. ആക്സിയൽ സ്കെൽറ്റനായിട്ട് മെയിനായിട്ടും വരുന്നത് സ്കള്ളും വെർട്ടിബ്രയുമാണ്. അപ്പൻഡിക്കുലാർ സ്കെൽറ്റനകത്ത് വരുന്നത് മൂവ് ചെയ്യാനുള്ള സഹായിക്കുന്ന ബോൺസൊക്കെയാണ്. ഫോർ ലിംബ്, ഹൈൻഡ് ലിംബ് മുതലായവയൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അടുത്തത് ബോൺസ് പ്രസൻറ്റ് ഇൻ ക്യാറ്റിലാണ്. ബാരൽ റീജിയനിൽ കാണപ്പെടുന്ന ബോണ് റിബ്സ് ആണ്.
ചെസ്റ്റിൻ്റെ ഭാഗത്ത് കാണപ്പെടുന്ന ബോണ് സ്റ്റേണമാണ്. ബേസ് ഓഫ് ചെസ്റ്റ് സ്റ്റേണമാണ് കാണപ്പെടുന്നത്. ബാരൽ റിബാണ് കാണപ്പെടുന്നത്. ലോവർ ജോയിൽ മാൻഡിബിൾ കാണപ്പെടുന്നു. അപ്പർ ജോയിൽ മാക്സില്ലയാണ് കാണുന്നത്. മാൻഡിബിൾസ് ആർ പ്രസൻറ്റ് ഇൻ ലോവർ ജോ ആൻഡ് മാക്സില്ല പ്രസൻറ്റ് ഇൻ അപ്പർ ജോ. സെർവിക്കൽ വെർട്ടിബ്രേ കാണപ്പെടുന്നത് കഴുത്തിൻ്റെ ഭാഗത്താണ്. തൊറാസിക് വെർട്ടിബ്രേ കാണപ്പെടുന്നത് ബാക്ക് ഭാഗത്താണ്. ലംബാർ വെർട്ടിബ്രേ കാണപ്പെടുന്നത് ലോയിൻ റീജിയണിലും സാക്രൽ വെർട്ടിബ്രേ കാണപ്പെടുന്നത് ക്രോപ്പ് റീജിയണിലും കോക്സീജിയൽ വെർട്ടിബ്രേ ടെയിൽ റീജിയണിലും കാണപ്പെടുന്നു. കഴുത്ത് മുതൽ വാല് വരെ കാണപ്പെടുന്ന വെർട്ടിബ്രേസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സെർവിക്കൽ, തൊറാസിക്, ലുംബാർ, സാക്രൽ, കോക്സീജിയൽ ഈ 5 വെർട്ടിബ്രയും പശുവിൻ്റെ കഴുത്ത് മുതൽ വാൽഭാഗം വരെ കാണപ്പെടുന്ന വെർട്ടിബ്രേസ് ആണ്. പശുവിൽ കാണപ്പെടുന്ന വെർട്ടിബ്രേസിൻ്റെ എണ്ണം 5 ആണ്. 5 വെർട്ടിബ്രേസ് ആണ് പശുവിൽ കാണപ്പെടുന്നത്. സെർവിക്കൽ വെർട്ടിബ്രേ, തൊറാസിക് വെർട്ടിബ്രേ, ലുംബാർ വെർട്ടിബ്രേ, സാക്രൽ വെർട്ടിബ്രേ ആൻഡ് കോക്സീജിയൽ വെർട്ടിബ്രേ. കഴുത്ത് മുതൽ വാൽഭാഗം വരെയാണ് വെർട്ടിബ്രേസ് കാണപ്പെടുന്നത്. നമ്പർ ഓഫ് വെർട്ടിബ്രേസ് പ്രസൻറ്റ് ഇൻ കാറ്റിൽ 5 ടൈപ്സ്. അടുത്ത കോളംസ് നോക്കാം. ഷോൾഡർ ഭാഗത്ത് കാണപ്പെടുന്നത് സ്കാപ്പുലയാണ്. ഷോൾഡർ ഭാഗത്തുള്ള എല്ലിൻ്റെ പേര് സ്കാപ്പുല. കൈകളിൽ കാണപ്പെടുന്ന ബോണിൻ്റെ പേരാണ് ഹ്യൂമറസ്. ആം റീജിയനിൽ കാണപ്പെടുന്ന ബോണാണ് ഹ്യൂമറസ് ബോൺ. ഫോർ ആമിൽ കാണപ്പെടുന്നത് റേഡിയസും അൾനയുമാണ്. മുട്ടിൽ കാണപ്പെടുന്നത് കാർപ്പൽസ് ആണ്. നീ റീജിയനിൽ കാണപ്പെടുന്ന ബോൺ കാർപ്പൽസ് ആണ്. ഫോർ കാനോണിൽ കാണപ്പെടുന്നത് മെറ്റാ കാർപ്പൽ എന്ന് പറയുന്ന ബോണാണ്. ഫോർ കാനോൺ റീജിയനിൽ കാണപ്പെടുന്ന ബോൺ ഏതാ? മെറ്റാ കാർപ്പൽ. നീ റീജിയനിൽ കാണപ്പെടുന്നത് കാർപ്പൽസ്. ഫോറാമിൽ കാണപ്പെടുന്നത് റേഡിയസും അൾനയും. ആം റീജിയനിൽ കാണപ്പെടുന്നത് ഹ്യൂമറസ് എന്ന് പറയുന്ന